നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള കേഡർ IPS ഓഫീസർ ആയിരുന്ന വ്യക്തിയെ ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം ഭയങ്കരമായിട്ടുള്ള ചർച്ചകളും ഗവൺമെന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നതിന് എന്തിനാണ് ഇത്രയും കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് നമ്മൾ സമ്പൂർണ്ണമായി ആഴത്തിൽ തന്നെ പഠിക്കാം. ബിക്കോസ് 10th +2 ഡിഗ്രി ലെവൽ KS ലെവൽ കേരള PSC എക്സാംസിനും UPSC പരീക്ഷയ്ക്കും ഒക്കെ സ്ഥിരം ചോദ്യം വരുന്ന ഒരു സെക്ഷനാണത്. അതുകൊണ്ട് തന്നെ ഒന്ന് ആഴത്തിൽ പുതിയ കുറെ പോയിന്റുകൾ പഠിച്ചെങ്കിൽ മാത്രമായിരിക്കും ഇവിടെ നിന്നുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ക്ലാസ്സുകൾ എല്ലാ ടോപ്പിക്കിലും ലഭിക്കാനായി ഞങ്ങളുടെ അഫോർഡബിൾ കോഴ്സസിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ 10th +2 ലെവൽ പരീക്ഷകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാംസിന്റെ ഒക്കെ ബാച്ചസ് കിട്ടും. ചെറിയൊരു ഫീസ് മാത്രമാണ് ഉള്ളത്, പക്ഷെ വലിയ കണ്ടന്റും എക്സ്പീരിയൻസും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നല്ല റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഹിസ്റ്ററിയും അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയമെൻഷനും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നോട്ട് പഠിക്കുക, ചാനലിന്റെ അംഗങ്ങളാവുക. മറ്റ് സംസ്ഥാനത്തെ PSCകളിൽ നിന്നും കേരള PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ സഹിതം ഉള്ള മോക്ക് ടെസ്റ്റ് ഡെയിലി രാവിലെ ഫ്രീ ആയിട്ട് അതിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ടെലിഗ്രാം ഫാമിലി അംഗങ്ങളായി അത്തരം മെറ്റീരിയൽസ് മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. നമുക്ക് ആദ്യം ഈ ഒരു പ്രശ്നം വിശകലനം ചെയ്യണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ബോഡി അല്ലെ, ഭരണഘടനാ സ്ഥാപനമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ട ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ സ്ഥാപനത്തിനെ പറ്റി ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അതിനുശേഷം ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിനുശേഷം ഇതിന്റെ കറണ്ട് അഫയേഴ്സ്, റീസെന്റ് ആയി ഈ ഒരു മേഖലയിൽ പാസ്സാക്കിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യമേ നമുക്ക് ഭരണഘടനയിൽ നിന്ന് തുടങ്ങാം അല്ലെ. ഇലക്ഷൻ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ. ഇന്ത്യയിൽ എലക്ഷൻസ് നടത്താൻ ചുമതലപ്പെട്ടിട്ടുള്ള കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷൻ. അതായത് ഇന്ത്യൻ ഡെമോക്രസിയുടെ നെടുന്തൂണുകളിൽ ഒന്ന്. ഒരു ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ അവിടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, വളരെ മാന്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇലക്ഷൻ ഉണ്ടാവണം. അത് നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ ആണെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ അനുച്ഛേദം ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. പക്ഷെ ഇവിടുന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്താണെന്നറിയോ? ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ മറ്റ് കാര്യങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഭരണഘടനയിൽ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നതൊക്കെ മറ്റ് ആക്ടുകളിലാണ് പറഞ്ഞിട്ടുള്ളത്, ഭരണഘടനയിൽ അല്ല എന്നുള്ളത് ഓർക്കാം. അപ്പൊ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ചുരുക്കം ചില കാര്യങ്ങൾ എന്താ നമുക്കിപ്പം പഠിക്കാം. 324 പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇലക്ഷൻ കമ്മീഷൻ, ഭാരതീയ ഇലക്ഷൻ കമ്മീഷൻ അല്ലെ, അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കും. അതിനോടൊപ്പം കുറച്ച് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടാവും. ഇവരുടെ എണ്ണം എത്ര പേരാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് വരിക എന്നുള്ളത് കാലാകാലങ്ങളായി പ്രസിഡന്റ് ആയിരിക്കും തീരുമാനിക്കുക. പ്രസിഡന്റിന്റെ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും നടപ്പാക്കുക. ഇപ്പൊ പണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ആക്ട് അമെൻഡ് ചെയ്തിട്ട് 1989 2 പേരെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തായിരുന്നു. അതായത് 1950 ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവുന്നത്. 1950 മുതൽ 1989 വരെ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 1989 മുതൽ 2 പേരെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ സഹായിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. ഇലക്ഷൻ കമ്മീഷണർക്കും ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും എല്ലാവർക്കും ഒരൊറ്റ പവറാണ്. എല്ലാവരുടെയും പവർ സിമിലർ ആണ്. അല്ല ചീഫ് എന്നൊരു വാക്ക് ഉള്ളത് കൊണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കുറച്ച് എക്സ്ട്രാ പവർ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ഇക്വാലിറ്റി ആണ്. പ്രൈമസ് ഇന്റർ പാരസ് എന്ന് പറയും, ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ തർക്കം ഉണ്ടെങ്കിൽ വോട്ടിടും. 3 പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഡിസിഷൻ ആയിരിക്കും ജയിക്കുന്നത്. അല്ലാതെ ചീഫ് ഇലക്ഷൻ കമ്മീഷനൊക്കെ തോന്നിയ പോലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒക്കത്തില്ല. അപ്പം പറഞ്ഞു വരുമ്പോൾ പേരിനകത്തൊരു ചീഫ് ഉണ്ട്, എന്നിട്ട് എന്താ കാര്യം? പേരിനകത്തുള്ള ചീഫേ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പവർ മറ്റുള്ളവരുടെ പോലെ തന്നെയാണ്, ചില വ്യത്യാസങ്ങളുള്ളൂ. നമ്മൾ താഴെ പഠിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 1989 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ ഈ കമ്മീഷനിൽ അപ്പോയിന്റ് ചെയ്യുന്നത്.
ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. സ്ഥിരം PSCയിലും UPSCയിലും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചത് ഏത് അമെന്റ്മെന്റ് ആക്ട് വഴിയായിരുന്നു? ഓർമ്മയുണ്ടോ? യെസ്, 61ാമത്തെ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് 24 നിന്ന് 18 കുറച്ചത് വോട്ടിംഗ് പ്രായം. അപ്പൊ കൂടുതൽ വോട്ടേഴ്സ് വന്നു അല്ലെ? അപ്പൊ 18 വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാം. അപ്പൊ വോട്ടേഴ്സിന് എണ്ണം കൂടി. അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അഡീഷണലി അപ്പോയിന്റ് ചെയ്തതെന്ന് ഒരു പറച്ചിലുണ്ട്. കാര്യം അതിന്റെ വർഷവും 61st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിന്റെ വർഷവും 1989 തന്നെയാണ്. അപ്പൊ 2 ഫാക്ടുകൾ നമ്മൾ ക്ലബ് ചെയ്ത് പഠിക്കുക. ഇതും അതും തമ്മിലുള്ള ലിങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും പിന്നെ മറക്കത്തില്ല. അതാണ് നമ്മൾ പഠിക്കുമ്പോൾ ലിങ്ക് ചെയ്ത് പഠിക്കുക. ഓരോ സംഭവങ്ങളും ഓരോ ഇൻസിഡൻസ് ലിങ്ക് ചെയ്ത് പഠിച്ച് അതിന്റെ പുറത്തുള്ള പശ്ചാത്തലം കോണ്ടെക്സ്റ്റ് വ്യക്തമാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ മറക്കത്തില്ല. അപ്പൊ 61st കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 1989, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് വന്ന വർഷം, എല്ലാം ഒരു ഒറ്റ എപ്പിസോഡാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻസ് നമുക്ക് സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും ഉണ്ട്, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും അതായത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. കേരളത്തിനൊക്കെ ഉള്ളു കേട്ടോ, മറ്റു പല സംസ്ഥാനങ്ങളിൽ ചത്തിരിക്കുവാണ്. കാര്യം അവിടെ അത്ര എഫക്റ്റീവ് അല്ല. കേരളത്തിലൊക്കെ നല്ല പവർഫുൾ ആണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ മാത്രമായിരിക്കും. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് മറ്റൊരു ക്ലാസ് ചർച്ച ചെയ്യാം, അത് മറ്റൊരു ഡിഫറെന്റ് ടോപ്പിക്കാണ്. അപ്പോൾ കേന്ദ്രത്തിലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അവരുടെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രൽ റോൾസ് തയ്യാറാക്കുക. എവിടത്തേക്ക് വേണ്ടിയിട്ടാണ്? അതുപോലെ തന്നെ പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻസ് സംഘടിപ്പിക്കുക. ഇത്രയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ്. ശ്രദ്ധിക്കണേ, PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ സംഘടിപ്പിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ്. തെറ്റാണ് പ്രസ്താവന. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ പോലും അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇലക്ഷൻസ് മാത്രം. അത് ഓർത്തിരുന്നോണം, തെറ്റരുത്. അപ്പൊ ഇവിടെ ഒന്നും പ്രശ്നമില്ല, ഇതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പിന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെ ന്യൂസിൽ ഇങ്ങനെ കത്തി നിൽക്കാനുള്ള പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും എങ്ങനെ അപ്പോയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അതിലൊരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കണം. അവിടെയും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രൊവിഷൻ ഓഫ് ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തിന്റെ ബലത്തിൽ, അല്ലെങ്കിൽ ആ നിയമം അനുശാസിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതായത് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് പാർലമെന്റിന് തീരുമാനിക്കാം. അതായത് സെൻട്രൽ ലെജിസ്ലേച്ചർ, കേന്ദ്ര നിയമസഭ, അതായത് പാർലമെന്റിന് തീരുമാനിക്കാം. ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും കൂടെ നിയമം പാസ്സാക്കി തീരുമാനിക്കാം. ഇതിനിപ്പോ എന്താ പ്രശ്നമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുടെ നട്ടെല്ലാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂണാന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനം, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഈ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു. ആ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എന്തായാലും അറിയോ? പണ്ടത്തെ ആ നിയമത്തിനകത്തുള്ള ഒരു രീതി, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും റെക്കമെൻഡ് ചെയ്യുന്ന ഒരാളെ പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷണറുടെ അപ്പോയിന്റ് ചെയ്തോന്നുള്ളതായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിസഭയും പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് അവർ എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പവർഫുൾ ബോഡിയാണ്. അപ്പൊ അവരെ അപ്പോയിന്റ് ചെയ്യുന്നതിനകത്ത് ജുഡീഷ്യറിക്കോ അല്ലെങ്കിൽ മറ്റ് ലെജിസ്ലേച്ചറിനോ ഒന്നും ഒരു റോളും വേണ്ടേ? അത് മോശപ്പെട്ടൊരു കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവിന് മാത്രമാണ് അധികാരം. അതായത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു, പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അയാൾ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ എക്സിക്യൂട്ടീവിന് മാത്രമേ അവിടെ റോൾ ഉള്ളൂ. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ ഓൺലി ബൈ ദ എക്സിക്യൂട്ടീവ്. സുപ്രീം കോർട്ട് ഒബ്സർവ് ദാറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് ഷുഡ് നോട്ട് ബി ഡൺ ഓൺലി ബൈ ദ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവും പങ്കാളി ആയിക്കോട്ടെ, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ലെജിസ്ലേച്ചറിനോ അല്ലെങ്കിൽ ജുഡീഷ്യറിക്കും ഒരു പങ്ക് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനൂപ് ബരൻവാൾ കേസ് 2023 എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഈ കേസിൽ സുപ്രീം കോടതി ചരിത്രപരമായ ഒരു വിധി വിധിക്കുന്നുണ്ട്. പാർലമെന്റ് പുതിയ നിയമം പാസ്സാക്കുന്നത് വരെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു സെലക്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് പുറത്തായിരിക്കണം.
അതായത് പണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും റെക്കമെൻഡ് ചെയ്യുന്ന ആളെയാണ് പ്രസിഡന്റ് എന്താക്കിക്കൊണ്ടിരുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണേഴ്സും ഒക്കെ ആക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇനി മുതൽ ഒരു സെലക്ട് കമ്മിറ്റിയാണ് പ്രസിഡന്റിന് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പോകുന്നത്. ആ സെലക്ട് കമ്മിറ്റിയിൽ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പ്രതിപക്ഷ നേതാവ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ട്. ഇതൊരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ്. കാര്യം ഭരണപക്ഷത്തിലെ ആളുണ്ട്, പ്രതിപക്ഷത്തിലെ ആളുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അതായത് ജുഡീഷ്യറിക്ക് ഇവിടെ റോൾ വരുന്നുണ്ട്. അപ്പോ എക്സിക്യൂട്ടീവിന് തോന്നുന്ന പോലെ തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല. കാര്യം ജുഡീഷ്യറിക്കും ഇവിടെ ഒരു കൈ കിട്ടുന്നുണ്ട്, ഒരു പിടി ജുഡീഷ്യറി ഇടയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇതാണ് സുപ്രീം കോടതി പറഞ്ഞ റൂള് അക്കോർഡിംഗ് ടു അനൂപ് ബെരൻവാൾ കേസ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് അനൂപ് ബെരൻവാൾ കേസ് റിലേറ്റഡ് ടു വാട്ട് അല്ലെങ്കിൽ വിച്ച് ഇൻസിഡന്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരിക. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഇലക്ഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അങ്ങനെ ഓർത്തിരിക്കാം. അപ്പൊ ഇങ്ങനെ കുറെ കാലം കാര്യങ്ങൾ പോയി. അപ്പോഴാണ് പുതിയ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള കേഡർ ഒരു IAS ഉദ്യോഗസ്ഥനെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കുന്നു. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു, ഇപ്പം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കി അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ ആ നിയമത്തിന്റെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ആക്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ആക്ട്. ഈ ആക്ട് പാർലമെന്റ് 2023 തന്നെ പാസ്സാക്കി. ഈ ആക്ടിന്റെ പ്രശ്നം എന്താണെന്നറിയോ? സുപ്രീം കോടതി പറഞ്ഞത് എന്താ, ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന പരിപാടിയിൽ എക്സിക്യൂട്ടീവ്സ് മാത്രം ഒരു കുത്തക പോലെ നടത്തരുത്, അതിനകത്ത് ജുഡീഷ്യറിക്കും റോൾ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ആക്ടിന് അണ്ടറിൽ സെലക്ട് കമ്മിറ്റി എന്ന് പറയുന്നത് 3 മെമ്പർ കമ്മിറ്റിയാണ്. അതിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഹോം മിനിസ്റ്റർ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരോട് റെക്കമെൻഡ് ചെയ്യും, അതിനോട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ജുഡീഷ്യറി ഇല്ല. സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു, സുപ്രീം കോടതി ഓർഡർ ആയിരുന്നു, ഇത്തരം കമ്മിറ്റിയിൽ എന്ത് വേണം, ഒരു ജുഡീഷ്യൽ അംഗം വേണം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മാത്രം ഇത് കൺട്രോൾ ചെയ്യില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർലമെന്റ് അതിനെ ബൈപ്പാസ് ചെയ്യാൻ പുതിയ നിയമം പാസ്സാക്കി. ഈ നിയമത്തിനകത്തുള്ള സെലക്ട് കമ്മിറ്റിയിൽ ചീഫ് ജസ്റ്റിസിനെ ചവിട്ടി പുറത്താക്കിയിട്ട് പകരം ആര് വന്നു, ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ വിച്ച് ഇസ് കറന്റ്ലി ദ ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇതൊരുമാതിരി ചങ്കരം പിന്നെ തെങ്ങേ തന്നെ എന്ന് പറഞ്ഞ അവസ്ഥയല്ലേ. ഇപ്പോഴും എക്സിക്യൂട്ടീവിന്റെ കയ്യിലല്ലേ കൂടുതൽ അധികാരങ്ങളുള്ളത്. ഇതാണ് വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ. പക്ഷേ കുറച്ച് ആഴത്തിൽ ചോദ്യങ്ങൾ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. കറണ്ട് അഫയേഴ്സ് ചെയ്യുന്ന അത്രയും ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് പഠിക്കേണ്ടത് ഈ ആക്ട് ഒന്ന് അരിച്ചു ഇറക്കി പഠിക്കണം. അതായത് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് 2023. ഈ ആക്ട് ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് എക്സ്ട്രാ പോയിന്റിൽ വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഈ ആക്ടിനകത്താണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അതിന്റെ കൂടെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെണ്ണം പ്രസിഡന്റ് സ്പെസിഫൈ ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടതാണ് ആ പോയിന്റ്. ഇപ്പൊ കാലകാലം കണ്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അല്ലെ. ഇപ്പം 1918 മുതൽ 2 പേര് തന്നെയാണുള്ളത്. ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് സെലക്ഷൻ കമ്മിറ്റി. സെലക്ഷൻ കമ്മിറ്റി ആരാന്നാ പറഞ്ഞത്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, പിന്നീട് പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്. ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷം ഇപ്പം ഭയങ്കര ബലഹീനമായി വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ആകണമെങ്കിൽ ലോക്സഭയിൽ 10% സീറ്റെങ്കിലും അവർക്ക് വേണം. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത്ര സാഹചര്യത്തിൽ സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി, ഇപ്പൊ നിലവിൽ കോൺഗ്രസ് ആണ്, സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. അങ്ങനെ ഒരു പ്രൊവിഷൻ ആണ്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. അല്ലെങ്കിൽ പ്രതിപക്ഷം ഇല്ലാത്തൊരു മന്ത്രിസഭ, ഒരു പാർലമെന്റ് ആണെങ്കിൽ ഉള്ളൊരു അപകടം അതായിരുന്നു. പക്ഷെ ഇപ്പം പ്രതിപക്ഷ നേതാവ് ഒഫീഷ്യലായിട്ട് ഇല്ലെങ്കിൽ പോലും സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടിയിലെ മെമ്പറിനെ പിടിച്ച്, ലീഡറിനെ പിടിച്ച് നമുക്കിവിടെ കമ്മിറ്റിയെ തിരുത്താം. അപ്പൊ ഇതാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ കേസ്. പക്ഷെ നമ്മളെ തെറ്റിക്കാനായിട്ട് ഈ ആക്ടിനകത്ത് മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്, സെർച്ച് കമ്മിറ്റി. സെർച്ച് കമ്മിറ്റി എന്താ? സെർച്ച് കമ്മിറ്റി നമുക്കറിയാം. സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 3 ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് അതിന്റെ മെമ്പേഴ്സ്. ഇവർക്ക് ഓരോ കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കി പ്രോഗ്രസ് കാർഡ് ഇട്ട് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു 5 നല്ല കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തി കൊടുക്കുന്ന കമ്മിറ്റിയാണ് സെർച്ച് കമ്മിറ്റി. അപ്പൊ സെർച്ച് കമ്മിറ്റി 5 പേരെ റെക്കമെൻഡ് ചെയ്യും.
ആ 5 പേരിൽ ഒരാളെയാണ് സെലക്ഷൻ കമ്മിറ്റി പൊതുവെ പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യുക. ഇതെന്തല്ലേ, എനിക്ക് സെർച്ച് കമ്മിറ്റി ഉണ്ട്. സെർച്ച് കമ്മിറ്റി 5 പേരെ സെലക്ഷൻ കമ്മിറ്റിക്ക് റെക്കമെൻഡ് ചെയ്യും. ഈ സെലക്ഷൻ കമ്മിറ്റി ഒരാളെ പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യും. പ്രസിഡന്റ് അയാളെ അപ്പോയിന്റ് ചെയ്തോണം. പ്രസിഡന്റിന് വേറെ മാർഗ്ഗമൊന്നുമില്ല, ഹി ഷുഡ് അപ്പോയിന്റ് ദാറ്റ് പേഴ്സൺ. പക്ഷെ അതിനകത്തൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ കമ്മിറ്റിക്ക് ഈ കാര്യത്തിൽ നല്ല പവർ ഉണ്ട്. അതുകൊണ്ട് സെർച്ച് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യാത്ത ഒരാളെയാണെങ്കിൽ പോലും സെലക്ഷൻ കമ്മിറ്റിക്ക് പ്രസിഡന്റിന് ശുപാർശ ചെയ്യാൻ പറ്റും. ഇത് ഉൾട്ടായാവില്ല, എല്ലാം കൂടെ കേട്ട് കുളമാക്കല്. പണ്ട് ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതല്ലേ കാര്യങ്ങൾ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. ഈ സെർച്ച് കമ്മിറ്റി 5 ആൾക്കാരുടെ പേര് സെലക്ട് ചെയ്ത് സെലക്ഷൻ കമ്മിറ്റിക്ക് അയക്കും. സെലക്ഷൻ കമ്മിറ്റിയിലാണ് പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് മിനിസ്റ്ററും ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉള്ളത്. ഈ 5 പേരിൽ ഒരാളെയാണ് പൊതുവെ പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യുക. പ്രസിഡന്റ് അയാളെ അപ്പോയിന്റ് ചെയ്യും. പക്ഷേ ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 5 പേരിൽ ഉൾപ്പെടാത്ത ഒരാളെ വേണമെങ്കിൽ പോലും പ്രസിഡന്റിന് റെക്കമെൻഡേഷൻ അയക്കാം. അപ്പൊ അങ്ങനെ ഒരു പവർ അവർക്കുണ്ട്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ എത്ര വർഷമാണ് ഇവിടെ കാലാവധി? ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെയും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇതിനകത്ത് മെമ്പേഴ്സിനെ റീഅപ്പോയിന്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഈ ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇതിന്റെ വ്യക്തിയെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കുക, അത് കുഴപ്പമില്ല. അല്ലാതെ പിന്നെ രണ്ടാമതൊരു ടേമിൽ ഇലക്ഷൻ കമ്മീഷണറായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നടന്ന വ്യക്തി അല്ലെ, ഗണേഷ് കുമാർ. അപ്പൊ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇതിന്റെ വ്യക്തിയാണെന്നാണ് എന്റെ വിശ്വാസം. യെസ്, ഞാൻ വായിച്ച അങ്ങനെയാണ് ഞാൻ ഓർക്കുന്നു. ഒരു വ്യക്തിക്ക് ഇലക്ഷൻ കമ്മീഷണറായിട്ടും ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കമ്പൈൻഡ് പീരീഡ് 6 വർഷം ഇരിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണറായിട്ട് 6 കൊല്ലം വരും. പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് 6 കൊല്ലം ഇരിക്കുമ്പോൾ 12 കൊല്ലം. അത് നടക്കത്തില്ല. മൊത്തത്തിലുള്ള പീരീഡ്, അയാൾ ഇലക്ഷൻ കമ്മീഷനുള്ള മൊത്തത്തിലുള്ള പീരീഡ് ഷുഡ് ബി 6 years. ഈ ഷുഡ് ബി മാക്സ് ടു മാക്സ് 6 years ഓർ 65 years ഓഫ് ഏജ്, വിച്ച് ഈസ് ഏർലിയർ. ഇതിനകത്ത് ആദ്യം ഏതാണ് വരുന്നതാണ് ഹൈലൈറ്റ് ആവുക. മനസ്സിലായല്ലോ അല്ലെ? 65 വയസ്സ് അല്ലെങ്കിൽ 6 വർഷം. ഇതിനകത്ത് ആദ്യമേ ഏത് കണ്ടീഷനാണോ കംപ്ലീറ്റ് ആവുക അതാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തോണേ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ വളരെ വളരെ സാധ്യതയുള്ള പോയിന്റ് ആണ്. അപ്പൊ ഇവരുടെ സാലറിയും കാര്യങ്ങളും ഒക്കെ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഇക്വലന്റ് ആയിരിക്കും. ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ഇലക്ഷൻ കമ്മീഷണർക്കും ഒക്കെ ഈ ഒറ്റ സാലറി ഒറ്റ പവറുമാണ്. ഇവര് റിമൂവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യണമെങ്കിൽ, അയാളെ പുറത്താക്കണമെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്ന സെയിം പ്രൊസീജിയർ വഴി മാത്രമേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് പ്രോസസ്സിൽ ഒന്നാണ് ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്നത് സിംഗിൾ പ്രോസസ്സിലാണ്. പാർലമെന്റിനാണ് അവരെ റിമൂവ് ചെയ്യാൻ അധികാരം വരുന്നത്. പ്രസിഡന്റിനെ റെക്കമെൻഡ് ചെയ്യും, പ്രസിഡന്റ് റിമൂവ് ചെയ്യും. ഭയങ്കര ഡിഫിക്കൽട്ട് പ്രോസസ്. അത് ഞാൻ വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് ജഡ്ജിമാർ റിമൂവ് എന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോ ചെയ്തെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്യാട്ടോ. അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യാനായിട്ട്. പക്ഷെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റെക്കമെൻഡ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കുറച്ചൊരു പൊടിക്കൊരു പവർ കൂടുതലുണ്ട്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷണറിനെ റിമൂവ് ചെയ്യുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ റെക്കമെൻഡേഷനിലാണ്. പക്ഷെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത് സെയിം ഫോർമാറ്റിലാണ്. ചിലപ്പോൾ ഇത് ഹൈക്കോടതി ജഡ്ജ് എന്നായിരിക്കും ചോദിക്കുന്നത്. രണ്ടും സെയിം ആണ്, സുപ്രീം കോടതി ജഡ്ജ് ആൻഡ് ഹൈക്കോടതി ജഡ്ജ്. ബോത്ത് ആർ റിമൂവ് ബൈ യൂസിങ് സെയിം പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണം. ഈ ഒരു സിസ്റ്റത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരു ജുഡീഷ്യൽ മെമ്പറെ അപ്പോയിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒരു ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പോളിസി ഫോർമേഷൻ, KS അല്ലെങ്കിൽ UPSC ഒക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ പോലും പോളിസി ഫോർമുലേഷനകത്ത് വലിയ റോളുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ ഗവൺമെന്റ് ചോദിക്കുകയാണ്, യെസ്, എന്തായിരിക്കണം ഗവൺമെന്റിന്റെ നയം? നിങ്ങൾ എന്ത് അഭിപ്രായം പറയും? ജുഡീഷ്യറിക്ക് ഇതിൽ റോൾ കൊടുക്കണോ വേണ്ടയോ? ഈ രീതി നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയും പഠിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ സാധിക്കുന്നതും നല്ലൊരു ബ്യൂറോക്രാറ്റ് ആവാൻ സാധിക്കുന്നത്. സോ എങ്ങനെയെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതിന് പകരം നല്ലൊരു ബ്യൂറോക്രാറ്റ് ആവാൻ ശ്രമിക്കുക. എക്സാം ഒക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയി തന്നെ ക്ലിയർ ആയിക്കോട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക് യു.